Hello guys, after a long time, welcome back to my YouTube channel. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോയിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ടൈമിലെങ്കിലും സ്റ്റഡി വ്ളോഗ് എന്ന ഒരു കണ്ടൻറ്റ് വെച്ചിട്ടായെങ്കിലും ഞാൻ ഒന്ന് കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. നാളെ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എക്സാമാണ്. അറിയാത്തവർക്കായിട്ട് ഞാനൊരു 8th ഗ്രേഡറാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു വീഡിയോസിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നാളെ ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഫ്രീ മൈൻഡാണ്. കാരണം ഇംഗ്ലീഷ് എളുപ്പമാണ്, ഒരു ലാംഗ്വേജാണ്, നമുക്ക് തള്ളിവിടാം. അതുകൊണ്ട് തന്നെ പക്ഷേ അങ്ങനെ പറ്റില്ല. 8th വന്ന് ഞാൻ 7 വരെ ഞാൻ തള്ളിവിട്ടതാണ് കുറേ. പക്ഷേ 8th നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ ലാംഗ്വേജസ്. അത് മലയാളം ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും. ഹിന്ദിയിൽ എന്തായാലും നമ്മൾ അത്യാവശ്യം പഠിക്കും, ഫോമാറ്റ്സും എല്ലാം പഠിക്കും. പക്ഷെ മലയാളം പോലും നമ്മൾ അത്യാവശ്യം ഇതെടുത്ത് പഠിക്കേണ്ടതാണ്. ചാപ്റ്റേഴ്സ് വായിച്ചാൽ പോലും ചിലതിനൊക്കെ ഫോമാറ്റ്സ് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ ഫുൾ മാർക്കും പോകുന്നൊരു ക്ലാസ്സസ്സാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ആണെന്ന് പറയുന്നത് ഈ ഒരു 8 കഴിഞ്ഞാലുള്ളത്. 7 വരെ നമുക്ക് എളുപ്പമായിട്ടുള്ള സബ്ജക്ട്സൊക്കെ ഭയങ്കര ടഫായിരിക്കും 8ലെത്തുമ്പം. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്നതാണ് ബേസിക് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞാലുള്ള അടുത്ത എക്സാമാണ് ബേസിക് സയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ ഇംഗ്ലീഷ് കാണാപ്പാഠം പഠിക്കുന്നത് എന്ന് പറയുന്നത് ഈ സമ്മറിയാണ്. സമ്മറി എനിക്ക് ഒട്ടും ഐഡിയ ഇല്ലാത്തതൊക്കെ ഞാൻ സമ്മറി പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചു പോയൊരു സമ്മറി ഓൾറെഡി വന്നു ഗൈസ് എക്സാമിന്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് എനിക്ക്. പഠിച്ചു പോയതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കുറേ ഗ്രാമറിൽ നിന്നാണ് പോയത്. അതൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, ആഫ്റ്റർ എക്സാം എൻ്റെ ഒരു റിവ്യൂ എന്നത്. പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ക്യാമറേൻ്റെ പൊസിഷനും അതുപോലെ ക്ലാരിറ്റി ഇല്ലാത്തതാണ്. മാക്സിമം ഞാൻ ക്ലാരിറ്റിയുള്ള വീഡിയോസ് തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ക്യാമറേൻ്റെ പൊസിഷൻസ് മാത്രമാണ് ഒരു പ്രശ്നം, മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം എനിക്കൊരു ട്രൈപ്പോഡാണെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കും. കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു ട്രൈപ്പോഡ് വാങ്ങുന്നതായിരിക്കും. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഈ സ്റ്റഡി വ്ളോഗ്സിൽ മെയിൻലി നൈറ്റ് റുട്ടീൻസൊക്കെ ആയിരിക്കും. നൈറ്റ് സ്റ്റഡി വ്ളോഗായിരിക്കും കാണാൻ പറ്റുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പകൽ എനിക്ക് ഫോൺ കിട്ടാറില്ല, അമ്മേൻ്റെ ഫോണായതുകൊണ്ട് തന്നെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നൈറ്റിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഞാൻ ആ ഒരു ദിവസം ഫുള്ള് പഠിച്ചത് മാക്സിമം റിവൈസ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. റിവൈസ് ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ള പോർഷൻസ് എന്തായാലും ഞാൻ പഠിക്കുന്നതായിരിക്കും കാണിക്കുക. പിന്നെ ഞാൻ മോർണിംഗിൽ ഉള്ള കുറച്ച് സമയം, അത് ലീവല്ലാത്ത ദിവസം, അത് ശനി ഞായർ ഒഴിച്ചിട്ടുള്ള മോർണിംഗിലുള്ള ദിവസങ്ങളൊക്കെ, മോർണിംഗിലുള്ള ഒരു പാർട്ടൊക്കെ ഞാൻ എൻ്റെ സ്റ്റഡി വ്ളോഗും എല്ലാം തന്നെ ഞാൻ എന്താക്കുന്നുണ്ട്, മിനി വ്ളോഗായിട്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഷോർട്സും ഡെയിലി ഒരു ഷോർട്സും അതുപോലെ തന്നെ ഇടവിട്ടിട്ടായിരിക്കും ലോങ് വീഡിയോസ്. അതാണ് എൻ്റെ ഒരു മെയിൻ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അത് പിന്നെ ആയിട്ട് ഡെയിലി ഷോർട്സും ഡെയിലി ലോങ് വീഡിയോസും മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ പഠിത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാക്കി വെച്ചിരുന്നതായിരുന്നു ഇതൊക്കെ, എല്ലാ ഫോമാറ്റ്സും പഠിച്ചു. പിന്നെയുള്ളത് എനിക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതുപോലെ ക്യാരക്ടർ സ്കെച്ച് ജസ്റ്റ് വായിച്ചു നോക്കാനാണ്. ക്യാരക്ടർ സ്കെച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന കീവേഡ്സുകളൊക്കെ പഠിച്ചിട്ടാണ് പോകല്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ഡിസ്കോഴ്സസും ഗ്രാമർ എന്ന് പറയുന്ന എക്സാമിനൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഡിസ്കോഴ്സസൊക്കെ ഞാൻ കഴിഞ്ഞു. ഇനി ഗ്രാമറാണ് നോക്കാനുള്ളത്. അപ്പോൾ ആ ഗ്രാമർ കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു. ഞാൻ കൂടുതലും എക്സാമിനൻ്റെ ക്ലാസ്സസാണ് കാണാറുള്ളത്. ബട്ട് എനിക്ക് സൈലം അത്ര റെഡിയായില്ല. സൈലം പക്ഷേ മാത്സ് ആണ് എനിക്ക് റെഡി ആയിട്ടില്ല. എ ഡി സാറിൻ്റെ ക്ലാസ്സസാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന്. മാത്സ് എക്സാമിനറിൽ എനിക്ക് വർക്കായിട്ടില്ല. എക്സാമിനർ സൈലം മാത്രമേ ഞാൻ നോക്കലുള്ളൂ, അല്ലാണ്ട് ഞാൻ നോക്കലില്ല. ബാക്കിയുള്ള സബ്ജക്ട്സൊക്കെ എനിക്ക് എക്സാമിനർ തന്നെയാണ്. ബേസിക് സയൻസ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദിയൊക്കെ എനിക്ക് ബേസിക് സയൻസ് തന്നെയാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഗ്രാമറും ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഗ്രാമറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ അത്രയില്ല. കാരണം എല്ലാ ടേമിലും ചെയ്യുന്നത് തന്നെയാണ് ഗ്രാമർ. സെയിം തിങ് തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകേണ്ടതേ ഉള്ളൂ. എനിക്കൊരു 1 hour കൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം, അതായത് ഉച്ചയ്ക്കായിരുന്നു എക്സാമിൻ്റെ ദിവസം രാവിലെ എനിക്ക് ഫുൾ റിവിഷൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു.
ഞാൻ വിചാരിച്ചത് നമ്മുടെ ടീച്ചറെ നോട്ടിൽ തരുന്ന ഓരോ സബ്ജക്ട്സിൻ്റെയും ഡയറിയും ലെറ്ററും എടുത്ത് പ്രത്യേക ഓരോ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ഫോർമാറ്റുകളൊക്കെ നോക്കി എഴുതി നോക്കുകയാണെന്നും അതെല്ലാം വായിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ചതാണ്. ബട്ട് എൻ്റെ മടി കൊണ്ട് ഞാൻ ജസ്റ്റ് വായിച്ചിട്ട് മാത്രം പോയി. ബട്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളും എനിക്ക് എക്സാമിലും കാണാനായിട്ട് പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ എൻ്റെ റിവ്യൂവും കൂടി പറയുന്നത് അതോടെ കേട്ടിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷ പോലെ ക്വസ്റ്റ്യൻസ് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല എഴുതാൻ പറ്റി, അതാണ് ബെസ്റ്റ് പാർട്ട്. കുഴപ്പമില്ലായിരുന്നു. ഗ്രാമർ പാർട്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നി ഈ ഒരു പേപ്പറിൽ അതായത് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തായിരുന്നു. ഉത്തരങ്ങൾ ഒരു പാരഗ്രാഫിൽ അത് 2 ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഉണ്ടായിരുന്നതാണ് ഒരു ടേബിളിൽ, പക്ഷേ അതിനകത്ത് എല്ലാ ഹിൻസും ഉണ്ട്, എല്ലാതും ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിങ് എല്ലാം നമുക്കറിയാവുന്ന തന്നെയായിരുന്നു. പ്രൊഫൈലൊക്കെ വെരി ഈസി ആയിരുന്നു, വളരെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രാമറും ഈസി തന്നെയാണ്. ഫ്രേസൽ വെർബ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈസി ആയിട്ടുള്ള മീനിങ്സോട് കൂടിയിട്ടുള്ള തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ്, ഇത് ഞാൻ പഠിക്കാണ്ട് പോയതാണ്, അതുകൊണ്ട് എനിക്കത് ടഫായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നടന്ന ബേസിക് സയൻസിൻ്റെ എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക്, അതായത് 4 ദിവസം ലീവ് ഉണ്ട്, ബട്ട് ഇതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ എൻ്റെ കയ്യിലില്ല, അമ്മ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഈവനിങ്ങിൽ വന്നതിന് ശേഷമുള്ളത് ഈവനിങ് സ്റ്റഡി വ്ളോഗ്സ് ആയിരിക്കും വേണ്ടി ഞാൻ കാണിക്കുക. ബേസിക് സയൻസ് ആയതുകൊണ്ട് തന്നെ 3 എക്സാമും എല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ 4 ദിവസം ടൈമുണ്ട്. അപ്പം എല്ലാം ഓരോ ദിവസം ഓരോ സബ്ജക്റ്റായിട്ടാണ് പഠിക്കാനുള്ള പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വ്ളോഗിൽ കാണാം.